പുതിയ SCERT പാഠപുസ്തകത്തിലെ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പാഠപുസ്തകങ്ങൾ അവയിലെ കുറച്ച് ചാപ്റ്ററുകൾ നമുക്ക് നോക്കാം. ചാപ്റ്റർ 6 ജനങ്ങൾ ജനങ്ങളാൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററുണ്ട്. അത് കഴിഞ്ഞ് അത് 5ാം ക്ലാസ്സിലെയാണ്. അത് കഴിഞ്ഞ് ജനാധിപത്യം വേരുകൾ തേടി, പിന്നെ ജനാധിപത്യം 2 തരത്തിലുണ്ട് എന്നുള്ളത്, ഇതൊക്കെ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അപ്പം മുതലേ നമ്മൾ ഈ ജനാധിപത്യത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഭരണഘടനയെക്കുറിച്ചും പഠിച്ചു വരുന്നതാണ്. പിന്നെയാണ് നമ്മൾ പതിയെ വലിയ വലിയ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നതെന്ന് മാത്രം. ഇതെല്ലാം 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റിനെയാണ്. ഇനി അടുത്ത ഭരണഘടന വഴിയും വഴികാട്ടിയും, ഇത് 7ാം ക്ലാസ്സിലെ ഭാഗം 1ലെയാണ്. ഇതിൽ ഭരണഘടന നിർമ്മാണ സഭ, അതിനെക്കുറിച്ച് അത് നിർമ്മിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള ആ ഒരു ഇതാണ് ഇതിൽ പറയുന്നത്. 7ാം ക്ലാസ്സിലെ ഒരു ടെക്സ്റ്റ് ബുക്കാണിത്. ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സാണ് ഇത്. ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം, ഇത് സാമൂഹ്യശാസ്ത്രം ഫസ്റ്റ് 9ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. ഇന്ത്യൻ ഫെഡറലിസത്തിനെ കുറിച്ചും യൂണിയനും അതിൻ്റെ ഭൂപ്രദേശങ്ങളെക്കുറിച്ചും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. നിയമനിർമ്മാണ സഭയെക്കുറിച്ച്, ലോക്സഭ, രാജ്യസഭ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഒരു എക്സാമിന് ചോദിച്ചാണ് ഈ 1ാം വായന 2ാം വായന, ഈ അടുത്ത 2024 നടന്നൊരു എക്സാമിന് ചോദിച്ചൊരു ചോദ്യം അതിലുണ്ട്. അതിന് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. 9ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 1ലാണ് ഈ ചാപ്റ്റർ ഉള്ളത്. അപ്പം ഇത്രയാണ് ഇതിലുള്ളത്.